കിട്ടിയെന്ന് ആരും അറിയാതെ സാധനം നമ്മുടെ ബംഗ്ലാവിൽ എത്തിക്കണം. ആ, കസ്റ്റംസുകാർ ഇപ്പൊ പഴയ പോലെ ഉഴപ്പന്മാരൊന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന നക്കാപ്പിച്ചൊന്നും അവർക്ക് പിടിക്കില്ല. സർക്കാർ കൊടുക്കുന്ന കമ്മീഷനാണ് അവരുടെ നോട്ടം. സൂക്ഷിക്കണേ. ഇപ്പൊ എങ്ങനെയുണ്ട്? വിഷമിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കുറച്ചു ദിവസം നന്നായിട്ടൊന്ന് വിശ്രമിച്ചാൽ മതി. എനിക്കെന്തേ അമ്മയും പെങ്ങന്മാരും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്താ, നിന്റെ അസുഖം തീർത്തു മാറട്ടെ. എന്നെ കാണാണ്ടായപ്പോ അവരൊരുപാട് വിഷമിച്ച് കാണും. അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാ ഹാജിയാരുടെ കൈ ചെന്ന് വിട്ടത്? ഈ നട്ടപ്പാതിര വരെ നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാനാ കടാപ്പുറത്ത് ഉണ്ടായിരുന്നു. കടാപ്പുറത്ത് എന്താണ് തിരയുന്നായിരുന്ന? ചോറും കറിയും തണുത്ത് പറങ്ങളിച്ചിട്ടുണ്ടാവും. തിന്നിട്ട് പോയി കിടക്കാൻ നോക്ക്. എനിക്ക് എന്തു വേണം? ഇവിടെ സ്വർണ്ണം എടുക്കുവാ. സാധനം എന്താ? സാധനം എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അറിയാലോ. ഹലോ, ഹാജിയാരല്ലേ? നിന്റെ മോനെ കൊന്നുകളയണം. ഇനി പറമോനെ, ഇന്റെ പെട്ടി എവിടെ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. പറയാ. ഏയ്, അവൻ അങ്ങനെയൊന്നും പറയില്ല ഹാജിയാരെ. പറയിപ്പിക്കാനുള്ള വഴി നമ്മുടെ കയ്യിലുണ്ടല്ല. ഈ നല്ല കുട്ടിയല്ലേ? പറമോനെ, ഇന്റെ പെട്ടി എവിടെ? എനിക്കറിയില്ല.
അവർ നിന്നെ ക്രൂരമായി തല്ലിച്ചതച്ചിട്ടും നീ എന്താ സത്യം പറയാതിരുന്നത്? സത്യം പറഞ്ഞാലും ഇല്ലെങ്കിലും അവന്മാരെന്നെ കൊല്ലുമായിരുന്നു. ചാകാതെ രക്ഷപ്പെട്ടത് എന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും നേരുകൊണ്ടാണ്. കൈ നിറയെ കായുണ്ടാക്കിയിട്ട് ഈ കടാപ്പുറത്തുനിന്ന് ദൂരെ എവിടെയെങ്കിലും പോയി എന്റെ കൊച്ചു ത്രേസ്യാനെയും സാറാനെയും നല്ല രീതിയിലൊന്ന് കെട്ടിച്ചയക്കണം. ആ ഒരു മോഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. നമ്മൾ മോഹിക്കുന്ന പോലൊന്നും നടക്കാറില്ലല്ലോടോ. നിങ്ങളെന്താണ് അങ്ങനെ പറഞ്ഞത്? കൊച്ചു ത്രേസ്യയുടെ കല്യാണം കഴിഞ്ഞു. ലോറൻസ് അവളെ കെട്ടിയത്. നിന്നെ അനന്തം മുതലാളി തല്ലിക്കൊന്ന എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. നീ പോയതിനു ശേഷം നിന്റെ കുടുംബം നോക്കാൻ ലോറൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവര് തമ്മിൽ ഇഷ്ടമായിരുന്നു. എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു സംശയമുണ്ട് കേട്ടാ. നിങ്ങൾ എങ്ങനെയാണ് ആജിയാടെ കൂടെ ചെന്നുപെട്ടത്? ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ശത്രുവിനെ തേടിയാണ് ഞാൻ ഈ കടപ്പുറത്ത് വന്നതെന്ന്. പക്ഷെ തേടിപ്പിടിക്കാതെ തന്നെ അവൻ എന്റെ മുമ്പിൽ വന്നു പെട്ടു, ഒരു നിയോഗം പോലെ. അപ്പൊ ആജിയാരാണ് നിങ്ങളുടെ ശത്രു? അതെ. എന്നിട്ടെന്താണ് പിന്നെ കണക്ക് തീർക്കാത്തത്? കൂട്ടത്തിൽ കൂടിയപ്പം ദേഷ്യവും പകയൊക്കെ തീർന്ന? അങ്ങനെ എളുപ്പത്തിൽ അവനെ കൊന്നുകൂടാ. കൊന്നാൽ അതവൻ എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്ത ദ്രോഹത്തിനുള്ള ശിക്ഷയാവില്ല. ഇഞ്ചിഞ്ചായി മരിക്കണം. ആദ്യം അവന്റെ സാമ്രാജ്യം തകർക്കണം, പിന്നെ അവന്റെ കുടുംബം. എന്റെ പൊന്നു മോനെ, നീ ഇതെവിടെയായിരുന്നു ഇത്രയും കാലം? മോനെ. അമ്മച്ചി, വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. എന്തെങ്കിലും കഴിക്കാനെടുക്ക, വല്ലാണ്ട് വിശക്കുന്നു. വാ മോനെ. എടി കൊച്ചുരേശ പുണ്ണാളത്തി, നീ അറിഞ്ഞാടി നിന്റെ പുന്നാരാങ്ങളെ ഇന്നലെ കപ്പലിറങ്ങിയിട്ടുണ്ടെന്ന് കരക്കാര് പറഞ്ഞാണ് കേട്ടാ. ഉമ്മക്ക് ആകെയുള്ളൊരു മച്ചുനനാണ്. അവൻ വരണതും പോണതും ഒക്കെ നാട്ടുകാര് പറഞ്ഞറിയാന്ന് വെച്ചാല് അതൊരു ഗതികേട് തന്നെയാണേ. വെളിനാട്ടിലെങ്ങാണ്ടും പോയി കൈ നിറയെ പുത്തനായിട്ടാണ് വരവെന്നറിഞ്ഞു കേട്ടാ. വലിയ ആളായപ്പോ നമ്മളെന്നും കണ്ണിൽ പിടിക്കണുണ്ടാവില്ല അല്ലേടി? നിങ്ങൾക്കിതെന്ത് പറ്റി? ചൊറിയും ചേന തിന്ന മാതിരി. പിന്നല്ലാണ്ട് കൊമ്പത്താണെന്നാണല്ലോ പണ്ടേ അയാക്കടെ വിചാരം. നിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമേ കെട്ടിച്ചു കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായടി? ഈ മരക്കാരെല്ലാരും കാണായിരുന്നു. ചേട്ടനൊന്ന് നിർത്തണുണ്ടാ? എന്താടി അയാളെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയാ? പൊള്ളുവല്ല, തേനേ പാലയെന്നും പറഞ്ഞ് എത്ര കാലം നടന്നതാണ്. വന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ ആ മരം കൊണ്ട് സഹായിച്ചാടി. പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞ, അയാള് വെളിനാട്ടിലേതോ പെണ്ണിനോട് പുറത്തു തുടങ്ങിയതാണ് ഞാൻ കേട്ടത്. അളിയൻ ഇവിടെ ഉണ്ടായിരുന്ന നിന്റെ പരദൂഷണമൊക്കെ കഴിഞ്ഞാടാ അളിയാ? അതെ. അവനൊരു സ്വയംഭം സാധനം തന്നെയാണ് കേട്ടാ. ഇമ്മളിനാളാ ഇറക്കുമതി സാധനം ഒന്ന് മണക്കണമെന്ന് വിചാരിക്കണം. സാധനം സ്റ്റൈലാണപ്പാ. വയറു നിറച്ച് കള്ളു കുടിച്ച കാലം മറന്നു കേട്ടാ. നിന്നെ കാണാണ്ടായ പിന്നെ ഏതാണ്ടൊരു മാതിരിയായിരുന്നടാ മാർക്കോസ്. അത് ഈയിടായിട്ട് കൃഷ്ണൻകുട്ടിയുടെ